ഒരു മികച്ച ഡ്രമ്മറാവുക എന്ന ആഗ്രഹമുള്ള നായകൻ അവൻ ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട്. മണിക്കൂറുകളോളം ഡ്രംസ് കൂട്ടി അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു മെൻറ്ററുടെ അടുത്ത് ശിഷ്യപ്പെടുക എന്നുള്ളതായിരുന്നു ഇവൻ്റെ ആഗ്രഹം. അങ്ങനെ അയാളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നതും അയാളുടെ ക്ലാസ്സിൽ അയാളുടെ ബാൻഡിൽ ഇവൻ ചേരുകയും ചെയ്യുകയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ ഗുരുവായിട്ടുള്ളയാൾ ഈ വിദ്യാർത്ഥികളോടെല്ലാം പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അവരെ തെറി വിളിച്ചുകൊണ്ട് അവരെ അടിച്ചുകൊണ്ടൊക്കെയാണ് ഇയാൾ പഠിപ്പിക്കുന്നത്. അത് വിദ്യാർത്ഥികളായിട്ടുള്ള ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെ ഇവനും അതിനെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്നതും ഇവർ തമ്മിലുള്ള ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഈ ബന്ധത്തിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സൂപ്പർ മോട്ടിവേഷണൽ മൂവിയാണ് 2014 ഇറങ്ങിയ വിപ്ലാഷ് എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം ഇതിൻ്റേത് തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്, സെയിം ക്രൂവിൻ്റെ തന്നെ. അതിൽ നിന്നാണ് ഈ സിനിമയിലേക്കായത്. 2015 ഒരുപാട് ഓസ്കാർ കിട്ടിയ സിനിമയാണ്. ബെസ്റ്റ് എഡിറ്റിങ്ങിനും ആക്ടിങ്ങിനും അതുപോലെ സൗണ്ട് മിക്സിങ്ങിനുമൊക്കെ ഓസ്കാർ അവാർഡുകളൊക്കെ കിട്ടിയ ഒരു സിനിമയാണ്. ഒരു സൂപ്പർ മൂവിയാണ്, വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിലെ ആക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇതിലെ മ്യൂസിക്കൊക്കെ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇങ്ങനത്തെ മോട്ടിവേഷണൽ സിനിമകളൊക്കെ കാണാതിരിക്കുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയാം. കണ്ടു നോക്കുക, കണ്ടിട്ട് നോക്കാൻ പറ്റിയ